നമസ്കാരം. അപ്പം നമ്മുടെ സ്വന്തം ജ്യേഷ്ഠൻ ഹരിച്ചേട്ടൻ്റെ പുതിയൊരു സിനിമ ഭാഗ്യമായിട്ട് എത്തിയാണ്. ഹരിനാരായണൻ അദ്ദേഹത്തിൻ്റെ പൊൻതൂമലാണ് ഈ സിനിമ. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ ഗംഭീരമായി പെർഫോമൻസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാമുക്കോയക്കയുടെ മകൻ നിസാർ മാമുക്കോയക്ക, അതുപോലെ ഒരുപാട് താരങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ മകൻ അഭിനയിച്ചിരിക്കുന്ന പെർഫോമൻസ് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. സസ്പെൻസാണ്, പറയുന്നില്ല. പിന്നെ ഇപ്പം ആലുവ കൊലപാതകം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടപ്പോൾ ശരിക്കും ഫീൽ ചെയ്തു പോയി. ഇന്ന് പീഡനം നടക്കുന്നുണ്ട്, ആര് തിരിഞ്ഞു നോക്കും, എല്ലാവരും കമൻറ്റിലൂടെ എഴുതും അത് ചെയ്യുക ഇത് ചെയ്യുക, അവരിങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്തു. പക്ഷെ ഒരിക്കലും ഒന്നും നടക്കില്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഈ സിനിമ ഒരു സന്ദേശം തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഡയറക്ടറായ ഹരിസാറിനിലേക്ക് ഞങ്ങൾ മൈക്ക് കൊടുക്കുകയാണ്. വളരെയധികം സന്തോഷം. എല്ലാവരും നല്ല റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓൾ ഓവർ കേരള. അപ്പം അതിൽ ഈ നമ്മുടെ ഇപ്പോൾ ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു തിന്മയ്ക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറയണം എന്നുള്ളതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. എന്തായാലും വളരെ സന്തോഷം. ഇതിൽ ഈ സിനിമ എല്ലാവരും ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എല്ലാ ഫാമിലിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഇത്. എല്ലാവരും ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിലെ പറഞ്ഞല്ലോ, വില്ലനാണ് ഇതിലെ. എല്ലാ സിനിമകളിലും വില്ലനാണ്, എവിടെയെങ്കിലും ഒന്ന് കയറും. അതെൻ്റെ മോനെ വെച്ച് എനിക്ക് വില്ലൻ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ ഞാൻ അവൻ്റെ കൊടുക്കാം, അവനോട് കൊടുക്കാം. വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നിപ്പോൾ നമ്മുടെ ന്യൂ ഇയർ തുടങ്ങി 3ാമത്തെ ദിവസമായപ്പോഴേക്കും നമ്മുടെ പുതിയ സിനിമ ഇറങ്ങി. അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ തന്നെ വില്ലനായിട്ട് അഭിനയിക്കാനും സാധിച്ചു. നമ്മുടെ ലാലേട്ടനും ഇവരെല്ലാവരും വില്ലനായിട്ടാണ് ആദ്യം പടത്തിലേക്ക് വന്നത്. സിനിമ എന്ന് പറയുന്നത് ഇവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ അത്രയും ക്രേസ് ആയിട്ടാണ് സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ക്രേസ് അതേപോലെ നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ഷോ എല്ലാവരും നിസാർക്ക, ജാഫർക്ക നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരുമിച്ചിരുന്ന് പടം കാണാൻ പറ്റി, വില്ലനാവാൻ പറ്റി. അതേപോലെ നമ്മളിപ്പോൾ ഒരു പുതിയൊരു പടം കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്, ക്ലാ ക്ലീക്ലി നസ്രിയെ തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇതിൽ കണ്ടിട്ടല്ലേ, ഗൗതം നല്ല ഭംഗിയിൽ ബംഗാളിയായിട്ട് നല്ലൊരു വില്ലവേഷം ചെയ്ത് കാണാൻ പിന്നെയും കൊതിയാവും. ബംഗാളിത്തരം ആ കോലത്തിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നല്ല ഓട്ടോടിയ നല്ല ഓർഡർ വെച്ചാൽ നോമ്പായിട്ട് കഴിഞ്ഞതാണ്. പിന്നെ ഹരിയേട്ടന് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്ത് നല്ലൊരു പടം എല്ലാവരും കാണണം, കുടുംബമായിട്ട് കാണാൻ പറ്റുക. ഈ കാലത്ത് ഇറങ്ങിയ ഏറ്റവും നല്ല ഒരു കുടുംബചിത്രം എന്ന് പറയും. നമ്മൾ ഈ സിനിമയോട് കൂടെ തന്നെ അടുത്ത സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മിനിയാന്നായിരുന്നു ടൈറ്റിൽ ലോഞ്ച്. ക്ലാ ക്ലീ നസ്രിയെ തിരിഞ്ഞു നോക്കി എന്നുള്ളതാണ് സിനിമ. അപ്പോൾ അതിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത് ഗൗതം തന്നെയാണ്. ഗൗതം ഹരിനാരായണനാണ് അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. ബാക്കി കുറേ പുതുമുഖങ്ങളെ വെച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത്. എന്തായാലും ജാഫർക്കൊക്കെ ഒരു നല്ല മൈലേജാണ് ഈ സിനിമ. അതുപോലെ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ആ കുട്ടി വളരെയധികം നന്നായിട്ടുണ്ട്. കാശ്മീര, അപ്പോൾ എല്ലാ ആൾക്കാരും നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക, അതിൽ ആസ്വദിക്കുക കേട്ടോ. താങ്ക് യു. പടം കാണുക. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അല്ല കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു മെസ്സേജാണ് ഈ പടത്തിലുള്ളത്. എല്ലാവരും നേരിട്ട് കാണുക. കണ്ണ് നിറയാതെ ആർക്കും ഈ പടം കണ്ട് ഇറങ്ങാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് പൂമ്പാറ്റ. ഞാൻ ഈ ഒരുമ്പെട്ടവനിൽ ഒരു മിനിറ്റ്, ഞാൻ പൂമ്പാറ്റ ഒരുമ്പെട്ടവനിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. രേഷ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണു നിറയാതെ നമുക്ക് ഈ പടം കണ്ടിറങ്ങാൻ പറ്റില്ല. ഒരു വിങ്ങലാണോ സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ. ഉറപ്പായും നമുക്ക് പാട്ടുകളാണെങ്കിലും സ്റ്റിൽ ഇപ്പോഴും അതിൻ്റെ ആ ഒരു വരികളും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അത്രയും ഹാർട്ട് ടച്ചിങ് ആണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ഉറപ്പായും ജാഫ്രിക്കയും ഇന്ദ്രചാട്ടിനും ഒക്കെ തകർത്ത് പെർഫോം ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. സോ നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ സിനിമ ആണ്. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.